കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ 2024 വിട പറയുകയാണ്. 2025 പ്രവേശിക്കുന്നതിന് മുമ്പായി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ സംഭവ ബഹുലമായ ഒരു വർഷമാണ് കടന്നു പോകുന്നത്. സഹിക്കാനാവതല്ലാത്ത വേദനകളുടെയും രോഗങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ വീണുപോയി എന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ നമ്മെ കൈപിടിച്ചുയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ ചിന്തിച്ചതിനപ്പുറമായി പ്രതീക്ഷിച്ചതിനപ്പുറമായി നമ്മുടെ ജീവിതത്തിൽ നടന്ന സന്തോഷ അനുഭവങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓരോ പുതിയ വർഷം ആരംഭിക്കുമ്പോഴും നമ്മൾ ചില റെസല്യൂഷൻസ്, ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഞാനും എടുത്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ ആയുസ് 1-2 മാസങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ 2025 നമ്മുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കണം. വേദപുസ്തകത്തിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ ഒരു ഉപമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ തൻ്റെ തോട്ടത്തിൽ അത്തിവൃക്ഷം നട്ടു. കാലങ്ങൾ കഴിഞ്ഞു. ആ മനുഷ്യൻ വന്ന് അത്തിയിൽ ഫലം കാണുമെന്ന പ്രതീക്ഷയോടെ നോക്കുമ്പോൾ ഒരു ഫലവും കണ്ടിരുന്നില്ല. നിലത്തെ നിഷ്ഫലമാക്കി നിൽക്കുന്ന അത്തിമരത്തെ നോക്കി വെട്ടിക്കളക എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ജീവിതവും. ആ തോട്ടക്കാരൻ അത്തിയെ നട്ടത് ഒരു പദ്ധതിയോടെയാണ്, ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാണ് നട്ടത്. അതുപോലെയാണ് നമ്മയും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമായി നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുമ്പോൾ ഫലമുള്ളവരായി തീരുവാൻ നമുക്കും ഇടയായിത്തീരണം. 3 വർഷമല്ല, 30 വർഷമല്ല, നമ്മുടെ ആയുസിൻ്റെ ഈ നിമിഷം വരെയും വെട്ടിക്കളയാതെ നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ ജീവിതം മൂലം ആർക്കെങ്കിലുമൊക്കെ ഒരു ചെറിയ ഫലമെങ്കിലും, ചെറിയ സന്തോഷമെങ്കിലും കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തെ സ്വയം ശോധന ചെയ്ത് എവിടെയാണ് തിരുത്തേണ്ടതെന്ന് മനസ്സിലാക്കി ദൈവിക ചിന്തയാകുന്ന, ദൈവിക സാന്നിധ്യമാകുന്ന വളം ഇട്ടുകൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മളിൽ വളരെയേറെ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കും. ഈ അത്തിമരത്തിൻ്റെ ഉപമ നമ്മുടെ ജീവിതത്തെയും പലതും പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നാമധേയ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ അനുയായിയായി, യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. എത്ര നാൾ ജീവിച്ചു എന്നതിലല്ല, എപ്രകാരം ജീവിച്ചു എന്നതാണ് പ്രധാനം. പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്കുള്ള സഞ്ചാരമാകണം നമ്മുടെ ജീവിതം. ആ ഒരു രൂപാന്തരമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കേണ്ടത്. നമ്മൾ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതല്ല, നാം എവിടെ ആയിരിക്കേണ്ടവരാണ് എന്നതാണ്. നാം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല, നാം എങ്ങനെ ജീവിക്കേണ്ടവരാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് രൂപപ്പെടുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് പുതുവർഷം അനുഗ്രഹിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതം വെറും നൈമിഷികമാണ്. ഇപ്പോൾ കാണുന്നവരെ അടുത്ത നിമിഷത്തിൽ കാണാൻ സാധിക്കാത്ത ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിലൂടെയും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിലുണ്ടാകുന്ന രോഗങ്ങളിലൂടെയും മരണം നമ്മളെ മാടി വിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. അല്പമൊന്ന് ക്ഷമിക്കുക. ക്ഷമിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും. ദൈവത്തെ ഓർത്തെങ്കിലും ക്ഷമിച്ചു കൊടുക്കുക. മറ്റുള്ളവരുടെ കുറ്റം പറയാതെ അവരിലുള്ള നന്മയെ കണ്ടെത്താൻ ശ്രമിക്കുക. ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളെയും അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തികളെയും അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇതായിരിക്കട്ടെ 2025 നമ്മുടെ റെസല്യൂഷൻസ്, നമ്മുടെ തീരുമാനങ്ങൾ. മോശ യഹോവയോട് പറഞ്ഞതുപോലെ, കർത്താവേ, എന്നോട് കൃപ തോന്നി നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ. ഇത് നമുക്കും പറയാം. ദൈവിക സാന്നിധ്യം എപ്പോഴും നമ്മോടൊപ്പമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്കും സാധിക്കട്ടെ. 2024 കലണ്ടർ മാറ്റി 2025 കലണ്ടർ ഇടുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിലും പുതിയ ചിന്തകളും പുതിയ തീരുമാനങ്ങളും എടുത്ത് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. 2025 ഏറ്റവും ശ്രേഷ്ഠകരമായി അനുഗ്രഹമായി ജീവിക്കുവാൻ എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ.
ദൈവം വിശ്വസ്തനാണ്. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഗോഡ് ബ്ലസ് യു.